Hello everyone, welcome to G-Pod Plus 2 History. It's me and Nafi. എല്ലാവർക്കും മക്കളെ G-Pod Plus 2 ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ നാഫി. അപ്പോൾ നമ്മുടെ മോഡൽ എക്സാം ഞാൻ 65+ മാർക്ക് കിട്ടുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെ കണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതേപോലെ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് 65+ മാർക്ക് കിട്ടാൻ ചാൻസ് ഉള്ള ചില ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഞാൻ പറയുകയാണ്. ഇതിന് പുറമെ നമ്മൾ ഓരോ ചാപ്റ്ററിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിന് വീഡിയോസ് നമ്മൾ വരും കേട്ടോ. മാപ്പും ക്രോണോളജിയോടൊക്കെ ഇതിന് പുറമെ വരും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. അപ്പോൾ ഓരോ ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് ഓൾറെഡി ഒരു ക്വസ്റ്റ്യൻ മോഡൽ എക്സാമിന് ചോദിച്ചു. അപ്പോൾ നിങ്ങൾ ചോദിക്കും മോഡൽ എക്സാമിന് പഠിച്ച ടോപ്പിക് വീണ്ടും പഠിക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ട് കേട്ടോ. മോഡൽ എക്സാമിന് ചോദിച്ച ചില ചോദ്യങ്ങൾ അതേപോലെ റിപ്പീറ്റ് ചെയ്ത് എന്തിനും ചോദിക്കാം, പബ്ലിക് എക്സാമിനും ചോദിക്കാം. അപ്പോൾ ഡിസപ്പിയറൻസ് ഓഫ് ഹാരപ്പൻ കൾച്ചർ, ഹാരപ്പൻ സംസ്കാര തിരോധാനം പഠിച്ചു വെക്കണം. ഹാരപ്പൻ സ്ക്രിപ്റ്റ്, ഹാരപ്പൻ ലിപിയെ കുറിച്ച് പഠിക്കണം. മോഹൻജദാരോ എസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. മോഹൻജദാരോ ചിലപ്പോൾ വീണ്ടും എന്ത് ചെയ്തേക്കാം, റിപ്പീറ്റ് ചെയ്ത് എസ് ആയിട്ട് ചോദിച്ചേക്കാം. അതേപോലെ തന്നെ അവിടുത്തെ ഡൊമസ്റ്റിക് ആർക്കിടെക്ചർ അഥവാ ആഭ്യന്തര വാസ്തുവിദ്യ നോക്കി വെക്കണം കേട്ടോ. പിന്നെ നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മഹാജനപദാസ്, ഈ മഹാജനപദാസും ആൻഡ് വൈ മഗധ ബിക്കം മോസ്റ്റ് പവർഫുൾ മഹാജനപദ, എന്തുകൊണ്ടാണ് മഗധ ഏറ്റവും ശക്തമായ മഹാജനപദമായി മാറിയത്. എക്സാമിന് എസ് ചോദിക്കാൻ വരെ ചാൻസ് ഉള്ള ടോപ്പിക്കാണ്, നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചോ. പിന്നെ അലഹാബാദ് പ്രശസ്തി അല്ലെങ്കിൽ പ്രയാഗ പ്രശസ്തിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാം. ചിലപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിന് 8 മാർക്കിന്റെ എസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് ഇത്, മൗര്യാസ് ആൻഡ് അശോക. മൗര്യന്മാരെ കുറിച്ചും അശോകന്മാരെ കുറിച്ചും അശോകനെ കുറിച്ചും 8 മാർക്കിന്റെ എസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്തോ, ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. നമ്മൾ തേർഡ് ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുകയാണെങ്കിൽ ഇതിൽ ക്രിട്ടിക്കൽ എഡിഷൻ മഹാഭാരതം എക്സാമിന് ചോദിച്ചേക്കാം. അതേപോലെ തന്നെ റൂൾസ് ഓഫ് മാരേജ്, വിവാഹ നിയമങ്ങളെ കുറിച്ച് ചോദിച്ചേക്കാം. ഗോത്ര ഓഫ് വിമൻ, സ്ത്രീകളുടെ ഗോത്രവും ഗോത്രത്തിന്റെ പ്രത്യേകതയും ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. ഒരു 2 മാർക്കൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് എന്ത്, ശതവാഹനന്മാരെ കുറിച്ചിട്ട്. ഈ ചാപ്റ്റർ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്. അവസാനത്തെ 3 ടോപ്പിക് കേട്ടോ. വർണ്ണ സിസ്റ്റം അഥവാ വർണ്ണ സമ്പ്രദായത്തെ കുറിച്ചിട്ട്, ബ്രാഹ്മണാസ്, ക്ഷത്രിയാസ്, വൈശ്യാസ്, ശൂദ്രാസ് എന്ന് പറഞ്ഞ വർണ്ണ സിസ്റ്റം അഥവാ വർണ്ണ സമ്പ്രദായത്തെക്കുറിച്ച് എക്സാമിൽ ചോദിക്കാം. അല്ലെങ്കിൽ വൈ മഹാഭാരത ഈസ് കോൾഡ് ആസ് എ ഡൈനാമിക് ടെക്സ്റ്റ്, ഒരു ഊർജ്ജസ്വല ഗ്രന്ഥമായിട്ട് മഹാഭാരതത്തെ കാണുന്നത് എന്തുകൊണ്ട്. അതേപോലെ ചണ്ടാളാസിനെ കുറിച്ചിട്ടും എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിക്കാം. അപ്പോൾ ഈ അവസാനത്തെ 3 ടോപ്പിക് നോക്കി വെച്ചോ, അത് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഇനി നമ്മൾ 4th ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇത് നിങ്ങൾ നിർബന്ധമായിട്ട് ഓൾറെഡി നിങ്ങൾ എന്ത് മോഡൽ എക്സാമിൽ ചോദിച്ചു, ജൈനിസം ചോദിച്ച സ്ഥിതിക്ക് ചിലപ്പോൾ മഹാവീരനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബുദ്ധിസം ശ്രദ്ധിക്കണം. എന്താണ് ബുദ്ധിസം പബ്ലിക് എക്സാമിൽ ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സ്തൂപാസ് ചോദിച്ചേക്കാം. സ്തൂപത്തിന്റെ ഇമ്പോർട്ടൻറ്റും സ്തൂപത്തിന്റെ സ്ട്രക്ചർ അഥവാ ഘടനയും ചോദിക്കാം. അല്ലെങ്കിൽ ഈ ചാപ്റ്റർ പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് മഹായാന ബുദ്ധിസവും ഹീനയാന ബുദ്ധിസവും. ഇതേപോലെ തന്നെ കൂടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ടോപ്പിക്കാണ് വൈ ഡിഡ് സാഞ്ചി സ്തൂപ സർവൈവ്ഡ് ആൻഡ് അമരാവതി ഡിഡ് നോട്ട്, അല്ലെ. സാഞ്ചിയിലെ സ്തൂപം എന്തുകൊണ്ട് സർവൈവ് ചെയ്തു, അമരാവതിയിലെ സ്തൂപം എന്തുകൊണ്ട് സർവൈവ് ചെയ്തില്ല, എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ 5ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ വരുമ്പോൾ എസ് ചോദിക്കട്ടെ. ഇത് 8 മാർക്കിന്റെ എസ് ചോദിക്കും. ഇതിൽ ഇത്തവണ മോഡൽ എക്സാമിന് പോസ്റ്റൽ സിസ്റ്റം, അല്ലെ, അതായത് എന്ത് ചെയ്യാണ്, ഇബ്നു ബത്തൂത്ത എങ്ങനെയാണ് പോസ്റ്റൽ സിസ്റ്റം അഥവാ ആശയവിനിമയത്തെ അല്ലെങ്കിൽ തപാൽ സമ്പ്രദായത്തെ വിശകലനം ചെയ്താണ് ചോദിച്ചത്. അപ്പോൾ മിക്കവാറും ചിലപ്പോൾ അൽ ബിറൂനി ഒരു എസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അൽ ബിറൂനി എന്ത് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്, ഒരു എസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇബ്നു ബത്തൂത്തയും എന്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഒരു എസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഫ്രാങ്കോയിസ് ബേണിയറും ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, എസ് ചോദിച്ചേക്കാം. അല്ലെങ്കിൽ അന്നത്തെ കാലത്തെ സ്ത്രീകളുടെ അവസ്ഥ, അന്നത്തെ കാലത്തെ നമ്മുടെ നഗരങ്ങളുടെ അവസ്ഥ, സിറ്റീസിന്റെ അവസ്ഥ ഒക്കെ എന്ത് ചെയ്യാൻ ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. ഈ ഇബ്നു ബത്തൂത്തയും അൽ ബിറൂനി നോക്കി വെച്ചോ എസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആട്ടോ. ഇനി ഭക്തി സൂഫി ട്രഡീഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഭക്തി മൂവ്മെന്റ്, അതായത് അൽവാസ് ആൻഡ് നയനാസ്, ഇത് നിങ്ങൾ ഓർത്തു വെക്കണേ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ വീരശൈവ ട്രഡീഷൻ, ബസവണ്ണ കൊണ്ടുവന്ന വീരശൈവ ട്രഡീഷനെ കുറിച്ച് എന്ത് ചെയ്യും, എക്സാമിന് ചോദിക്കും. പിന്നെ ഇവിടെ കൽസാ പന്തും അതേപോലെ തന്നെ സൂഫിസവുമായിട്ട് ബന്ധപ്പെട്ടാണ് മോഡൽ എക്സാമിൽ ചോദിച്ചത്. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ഈ കബീർ, ബാബ, ഗുരുനാനക്ക്, മീരാബായ് ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങളുടെ പബ്ലിക് എക്സാമിന് ചിലപ്പം ചോദിച്ചേക്കാം. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്തോ, പഠിച്ചു വെച്ചോ. ഇനി നമ്മൾ ഇമ്പീരിയൽ ക്യാപിറ്റൽ വിജയനഗറിലേക്ക് പോവുകയാണെങ്കിൽ ഇതൊന്ന് ചിലപ്പോൾ എസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതായത് ഓൾറെഡി നിങ്ങൾ സഞ്ചാരികളുടെ പേരൊക്കെ നിങ്ങൾ മോഡൽ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. മഹാനവമി ദിബ്ബ, സേക്രഡ് സെന്റർ 1 വേർഡ് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു കൃഷ്ണദേവരായ വാസ് ഫേമസ് റൂളർ ഓഫ് വിജയനഗര എംപയറിൽ, അതായത് വിജയനഗര എംപയറിൽ കൃഷ്ണദേവരായ എങ്ങനെയാണ് ഇതാക്കിയത്, ആ ഒരു കാര്യം എക്സാമിന് ചോദിക്കും. അതേപോലെ തന്നെ വിജയനഗര എംപയർ, വിജയനഗര സാമ്രാജ്യത്തിന്റെ സവിശേഷത ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, എസ് ചോദിച്ചേക്കാം. ഇനി നമ്മൾ പെസൻസ് ജമീന്ദാസ് എന്ന സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഓൾറെഡി നമ്മൾ മോഡൽ എക്സാമിന് എന്ത് ചെയ്തു, ഈ 2 ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്, അല്ലേ. കുദ് കസ്തയും പാഹി കസ്തയും ജമാ ആൻഡ് അസിലും ചോദിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ പബ്ലിക് എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു ക്വസ്റ്റൻ മോഡൽ എക്സാമിന് ചോദിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത്. പബ്ലിക് എക്സാമിന് എന്ത് ചെയ്തേക്കാം,
അത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചേക്കാം കേട്ടോ. ഇനി ശ്രദ്ധിക്കണേ, ഐനി അക്ബറുടെ ലിമിറ്റേഷൻസ് ഒക്കെ നോക്കി വെക്കണം, എക്സാമിൽ ചോദിക്കും. പിന്നെ കിങ്സ് ആൻഡ് ക്രോണിക്കിൾസിൽ നിങ്ങൾ ഈ സാത്ത് ആൻഡ് സവർ, അക്ബർനാമ, ബാദ്ഷാനാമ, ഈ മുഗൾ ഫീച്ചേഴ്സ്, മുഗൾ ഭരണത്തിന്റെ സവിശേഷത ചിലപ്പോൾ എസ് ആയിട്ട് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പഠിച്ചു വെച്ചിട്ടോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതേപോലെ തന്നെ കൊളോണീസ് ആൻഡ് കൺട്രി സൈഡിൽ നിങ്ങൾ ശ്രദ്ധിക്കണേ, രാജ്മാൽ കുന്നിലെ പഹാരിയാസ് ആൻഡ് സന്താൽസ്, ജോട്ടേഡാസ്, അതൊക്കെ എക്സാമിന് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ പെർമനന്റ് സെറ്റിൽമെന്റ് സിസ്റ്റം, അതായത് ജമീന്ദാരി സിസ്റ്റം, അതേപോലെ തന്നെ റയത്വാരി സിസ്റ്റം, മഹൽവാരി സിസ്റ്റം, ഈ 3 സമ്പ്രദായങ്ങളും പഠിച്ചു വെച്ചോ, എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ റബൽസ് ആൻഡ് രാജിൽ 1857 റിവോൾട്ട്, ചിലപ്പോൾ അത് എസ് എ വരെ ചോദിക്കട്ടോ. 1857 റിവോൾട്ട് അഥവാ 1887 കലാപങ്ങൾ, അതിന് കാരണമായ കാരണങ്ങൾ, ചിത്രങ്ങൾ, അതിന്റെ ഫലങ്ങൾ എല്ലാം കൂടി ചേർത്ത് എന്ത് ചെയ്തേക്കാം, എസ് എ ചോദിച്ചേക്കാം. പിന്നെ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, എസ് എ ചോദിക്കാൻ മറ്റൊരു ചാൻസ് ആണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്, നിസ്സഹകരണ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ്, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, നിയമലംഘന പ്രസ്ഥാനം, ഇതൊക്കെ എന്ത് ചെയ്തേക്കാം, എസ് എ ചോദിച്ചേക്കാം. അതേപോലെ ഏർലി സ്ട്രഗിൾസ് ഓഫ് മഹാത്മാഗാന്ധി, ചമ്പാരൻ സ്ട്രൈക്ക് അടക്കമുള്ള മഹാത്മാഗാന്ധിയുടെ ആദ്യകാല സമരങ്ങളും എസ് എ ചോദിച്ചേക്കാം. പിന്നെ അതേപോലെ സോൾട്ട് സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം ചോദിച്ചേക്കാം. പിന്നെ കൺട്രി ടോൺ അപ്പാർട്ടിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യൻസ് കിട്ടും, ശ്രദ്ധിക്കണേ. പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ വിഭജനം സ്ത്രീകളെ എങ്ങനെ ബാധിച്ചോ, എക്സാമിന് ചോദിക്കാം. ഡയറക്റ്റ് ആക്ഷൻ്റെ, ക്യാബിനറ്റ് മിഷന്, ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്ത് പഠിച്ചു വെച്ചോ, എക്സാമിന് എന്ത് ചെയ്തേക്കാം, ചോദിച്ചേക്കാം. പിന്നെ പ്രീ മോഡേൺ കേരളം നിങ്ങൾ ഈ ഒരു കാര്യം, തിണകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, തിണകൾ എന്ത് ചെയ്യാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. പിന്നെ അതേപോലെ സങ്കേതം, സ്വരൂപംസ്, കച്ചം ഒക്കെ 2-3 മാർക്കിന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള കേട്ടോ. അതേപോലെ കേരള ടുവേർഡ്സ് മോഡേണിറ്റിയിൽ എഡ്യൂക്കേഷനെ കുറിച്ച് പഴശ്ശി റിവോൾട്ട്, വേലുത്തമ്പിയുടെ പാലിയത്തച്ഛന്, കുറിച്യ റിവോൾട്ട്, സോഷ്യൽ റിഫോം, സാമൂഹിക പരിഷ്കർത്താക്കളെ കുറിച്ചും എന്ത് ചെയ്തേക്കാം, എക്സാമിന് ചോദിച്ചേക്കാം. പിന്നെ വൈക്കം ആൻഡ് ഗുരുവായൂർ സത്യാഗ്രഹ, ചാനാർ അജിറ്റേഷൻ ഒക്കെ എക്സാമിന് എന്താടാ ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത്രയും ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചാപ്റ്റേഴ്സ് പഠിച്ചു വെക്കണം. എക്സാമിന് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് എന്ത് ചെയ്തോ, പഠിച്ചു വെച്ചോ. ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ ഇതിന് പുറമെ മാപ്പും ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ടാവും, അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മളെ ചാനൽ ഓൾറെഡി വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. എല്ലാവർക്കും +2 ഹിസ്റ്ററി ഈസി ആവട്ടെ, എല്ലാവർക്കും ഫുൾ മാർക്ക് നേടാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്.